സുജിയ, ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഈ തെർമൽ ഇമേജിങ്ങിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുക? എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ അറിയാനാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മൃതദേഹങ്ങൾ ഏത് ഭാഗത്ത് കിടക്കുന്നു എന്നുള്ള കാര്യം അതിലൂടെ അറിയുന്നു. ബാക്കി കാര്യങ്ങൾ സ്മൃതി, ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ നിൽക്കുന്ന ഭാഗം, ഫൈസൽ ഇവിടേക്ക് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാറക്കഷണങ്ങൾക്ക് മുകളിലാണ്. അതായത് ഞാൻ നിൽക്കുന്നത് ഒരു പാറയുടെ ഒരു പകുതി ഭാഗത്താണ്. എനിക്ക് ഇപ്പുറത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നത് ഈ മലമുകളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയാണ്. നമ്മൾ ആ സ്പോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ലാർജ് മാസ് എന്ന് ഈ തെർമൽ ഇമേജിങ്ങിൽ കണ്ടെത്തിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ലാർജ് മാസ് എന്ന് പറയുന്നത് ഈ വലിയ പാറയാണ്. ഇതുപോലെയുള്ള പാറക്കൂട്ടങ്ങൾ, അതാണ് നമുക്കിപ്പോൾ ആ തെർമൽ ഇമേജിങ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നത് ഈ വലിയ ലാർജ് മാസ്, അതായത് ഈ ഭാഗത്തുണ്ടായിരുന്നതല്ല ഈ വലിയ പാറകൾ, അത് ഇവിടേക്ക് വന്നടിഞ്ഞതാണ്. സമാനമായ രീതിയിൽ വിവിധ ഭാഗങ്ങളിൽ വന്നടിഞ്ഞ പാറകൾ, അങ്ങനെ ഒരു ലാർജ് മാസ് രൂപപ്പെടുമ്പോൾ അതിനടിയിൽ ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്നത് കൃത്യമായി നിറത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഡാറ്റയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനടിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാറകൾക്കടിയിൽ ദേഹഭാഗങ്ങളില്ല എന്നതാണ് ആദ്യ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ആളുകളുടെ വസ്ത്രങ്ങളും അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. കമ്പികൾ വന്നടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ അവശിഷ്ടങ്ങൾ, വീടിന്റെ ഭിത്തികളൊക്കെയാണ് ഈ പാറയ്ക്കടിയിൽപ്പെട്ട് ഞെരിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വെള്ളം ഒഴുകിപ്പോയതിനാൽ ഇവിടുത്തെ കുറച്ചുകൂടി നമുക്ക് അടുത്ത ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. അതായത് ഇവിടെ ആദ്യം ചെളി വന്നടിഞ്ഞു, അതായത് ഈ മലമുകളിൽ നിന്നുള്ള ചെളി വന്നടിഞ്ഞ ആ ഒരു ലാർജ് മാസ് നമുക്ക് കാണാം. ഒപ്പം വീടുകളിൽ നിന്ന് പൊട്ടി വന്ന പൈപ്പുകൾ, കമ്പികൾ, അതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു വലിയ പാറ വന്ന് പതിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഈ പാറയ്ക്ക് താഴേക്ക് വെള്ളം ഒഴുക്കിക്കൊണ്ടുവന്നതാണ് ഈ വലിയൊരു പാറയെന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ചെറിയ കല്ലുകൾ, മണ്ണ്, ചെളി എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ലാർജ് മാസ്, അതാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനടിയിലേക്കാണ് വീടുകളുടെ, കെട്ടിടങ്ങളുടെ ഒക്കെ ഈ ഭിത്തി അടക്കമുള്ള ഭാഗങ്ങൾ പൊടിഞ്ഞു കിടക്കുന്നത്. അത് ഈ കല്ലിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറുഭാഗത്ത് നമുക്ക് കാണാം ഇത് ഒരു വീടിനെ, നമുക്ക് ഫൈസൽ നമുക്ക് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു വീടിന്റെ മതിലിന്റെ ഭാഗം നമുക്കിവിടെ കാണാം. ഈ വീടടക്കം പൊളിച്ചുകൊണ്ടാണ് ഈ പാറക്കല്ല് ഒഴുകി വന്നത് എന്നത് വ്യക്തമാണ്. ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സ്മൃതി, കാണാം ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. സ്മൃതി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ കാട്ടിത്തരുന്നത് ഒരു വീട്, ഈ പാറ പൊളിച്ചു കൊണ്ടുവന്നതാണ്. അതായത് ഇതിനടിയിൽ മനുഷ്യർ പെട്ടിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പാറയ്ക്കടിയിൽ സാധനങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പികൾ, വീടിന്റെ അവശിഷ്ടങ്ങൾ, വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെ വസ്ത്രഭാഗങ്ങൾ, അതെല്ലാം ഈ പാറയ്ക്ക് ചുറ്റും കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ പാറയ്ക്കടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന സംശയം ആർക്കും തോന്നാം. ഈ തെർമൽ ഇമേജിങ്ങിലൂടെ ഈ പാറയുടെ അടിയിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതിനാൽ ഈ പാറ എടുത്തു മാറ്റുക എന്നുള്ള സാധാരണഗതിയിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഒഴിവായിരിക്കുന്നത്. അതാണ് സർവേ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെയുള്ള തെർമൽ ഇമേജിംഗ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സഹായം. അതേസമയം മറുഭാഗത്തേക്ക് ഫൈസൽ നമുക്ക് ക്യാമറ തിരിക്കാം. ആ JCB ഉപയോഗിച്ച് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന, അല്ലെങ്കിൽ മരങ്ങളുടെ ഭാഗങ്ങൾ എടുത്തു മാറ്റുന്ന കെട്ടിടത്തിന്റെ അടിഭാഗം, ആ കെട്ടിടത്തിന്റെ അടിഭാഗത്ത് മനുഷ്യർ കുടുങ്ങിക്കിടക്കാനുള്ള അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുള്ള മേഖലയാണ്. അവിടെ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയ ഭാഗമാണ്. അവിടേക്കും കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ, ഒപ്പം പാറയുടെ ഭാഗങ്ങൾ, അതൊക്കെ കൃത്യമായി താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ താഴേക്ക് പതിച്ച മരങ്ങൾ, അത് ഒരു ഭാഗത്തേക്ക് കോരി മാറ്റുന്നത് നമുക്ക് കാണാം. അത് കോരി മാറ്റുന്നതിനൊപ്പം തന്നെ ആളുകളുടെ വസ്ത്രങ്ങളും അതിനുള്ളിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടെത്താൻ കഴിയും. ഒരാളുടെ ശരീരഭാഗമോ അല്ലെങ്കിൽ ശരീരമോ അതിനിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനായുള്ള തെരച്ചിലാണ് അവർ അവിടെ നടത്തുന്നത്. ആ കെട്ടിടത്തിന്റെ ഭാഗത്ത് ഇടിച്ച് താഴേക്കുള്ള ഭാഗം പൂർണ്ണമായും എടുത്തു മാറ്റേണ്ടതുണ്ട്. കാരണം ആ കെട്ടിടത്തിന് അടിയിലേക്ക്, ആ കെട്ടിടത്തിന്റെ താഴത്തെ നില വന്നിരുന്നു പോയിരിക്കുകയാണ്. ആ താഴത്തെ ഭാഗത്ത് നമുക്ക് കാണാം ഇപ്പുറത്ത് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് അതിനടിയിലേക്ക് വന്ന് കയറിയിരിക്കുന്നത്. ഇപ്പുറത്ത് നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന മനുഷ്യർ ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. കാണാതായ പല ആളുകളെയും അങ്ങനെയാകാം നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ കരുതുന്നത്. സ്മൃതി, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പാറയുടെ എതിർഭാഗത്തായിട്ടുള്ള ഒരു പാറ, അവിടെയും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന് വശങ്ങളിലുള്ള മണ്ണ് കുത്തിയിളക്കുന്നത്. ആ വശങ്ങളിലുള്ള മണ്ണ് കുത്തിയിളക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ മനുഷ്യ ശരീരം പൂർണ്ണമായും ഉണ്ട് എന്ന് ഉള്ള സൂചനകളല്ല, ശരീരഭാഗങ്ങൾക്കുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. കാരണം ചെറിയ സിഗ്നലുകളാണ് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പിംഗിൽ തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ മാപ്പ് ഒന്നുകൂടി കാണിക്കാമെന്ന് തോന്നുന്നു. മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുജിയ, ഒരു വശത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തെർമൽ ഇമേജിംഗ് മാപ്പും അപ്പുറത്ത് തെരച്ചിലിന്റെ ദൃശ്യങ്ങളുമാണ്. സുജിയ, ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ നേരത്തെ നിന്നിരുന്ന ഭാഗം, വലിയ പാറ കഷ്ണങ്ങൾ, അത് ഒഴുകിയെത്തിയ വലിയ പാറകളാണ്. ഇപ്പോൾ അവിടെ നിലവിൽ അതിന് താഴെ മൃതദേഹമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ തെർമൽ ഇമേജ് പ്രകാരം മനസ്സിലായിട്ടുള്ളത്. പക്ഷേ മൃതദേഹങ്ങൾ
പോലെയുള്ള പാറക്കല്ലുകൾ വന്നു നിൽക്കുന്ന പ്രദേശങ്ങളുണ്ടാകും. അത്തരം വലിയ പാറകൾ നീക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അത് JCB കൊണ്ടൊക്കെ എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യം സംശയവും നിലനിൽക്കുന്നു. അത്തരം വിവരങ്ങളൊന്നും നിലവിൽ ഏതായാലും കിട്ടിയിട്ടില്ല അല്ലേ? ഈ മുണ്ടക്കൈ ഭാഗത്തെ മാത്രമാണോ ഇപ്പോൾ തെർമൽ ഇമേജുകൾ ലഭിച്ചിട്ടുള്ളത്? അല്ല സ്മൃതി, നമ്മളിപ്പോൾ കണ്ടതും പാറകൾ നീക്കുന്നതും ചൂരൽമല ഭാഗമാണ്. നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി തന്നെ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂരൽമല ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ചൂരൽമലയിൽ വന്നടിഞ്ഞ വലിയ പാറകൾ, ആ പാറകളുടെയൊക്കെ ഒരു വലിപ്പം എത്രയാണ് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അതിന് തൊട്ടടുത്ത് വന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വലിയ പാറകളാണ്. അതായത് അപ്പുറം നമുക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അപ്പുറം കാണാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള വലിയ ഒരു പാറയ്ക്ക് ഇപ്പുറത്തെ വശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മറുഭാഗത്തേക്ക് ഞാൻ നിൽക്കുന്ന ഈ ചെറിയ പാറക്കഷണത്തിന് അപ്പുറത്തേക്ക് പല പാറക്കൂട്ടങ്ങളായി, അതായത് ഈ പുഴ ഒഴുക്കിക്കൊണ്ടുവന്ന പാറക്കൂട്ടങ്ങൾ ഒന്നിച്ചു വന്നടിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയത് എന്നതാണ് പ്രദേശവാസികളും നൽകുന്ന വിവരം. ഇങ്ങനെ ഈ പാറക്കഷണങ്ങൾ ഒഴുകി വരുമ്പോൾ ഈ പാറകൾക്കടിയിൽപ്പെട്ട മനുഷ്യരും അതോടൊപ്പം കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയി. അങ്ങനെ പോയ മൃതദേഹങ്ങളാണ് ദേഹഭാഗങ്ങളായൊക്കെ ചാലിയാർ പുഴയിൽ നിന്ന് നമുക്ക് നിലമ്പൂർ ഭാഗത്ത് നിന്ന് പോത്തുകല്ല് ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയത്. വലിയ ഒഴുക്കായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത്, ഫൈസൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് തോന്നുന്നു. ഫൈസൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വലിയ പാറയ്ക്കടിയിലൂടെ ജലം ഒഴുകുകയായിരുന്നു. ഈ വലിയ പാറയ്ക്കടിയിലൂടെ വെള്ളം ഒഴുകി വരികയായിരുന്നു. ഈ പാറയുടെ മുകളിലൂടെയൊക്കെ വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. നോക്കൂ, നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ഈ പാറ ഒഴുക്കിക്കൊണ്ടുവന്ന, ഈ പാറയ്ക്കൊപ്പം ഒഴുകി വന്ന, ഉരുള് പൊട്ടി വന്ന കല്ലും മണ്ണും ഒക്കെ. ഇത് ഇറോഷൻ സംഭവിച്ചതാണ്. ഈ നദിയുടെ അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ ഈ പുഴ ഒഴുകി വന്ന വഴിയിലെ മണ്ണടക്കം നമുക്ക് ഈ പാറയുടെ പുറത്ത് കാണാം. അതോടൊപ്പം ഉരുള് പൊട്ടിയെത്തിയ മണ്ണും, രണ്ട് തരത്തിലുള്ള മണ്ണിന്റെ ഒരു മിശ്രിതമാണ് ഇപ്പോൾ ഈ പാറകൾക്ക് മുകളിൽ പതിഞ്ഞിരിക്കുന്നത്. അതിന് ഇപ്പുറത്തുള്ള ഭാഗത്തും ഇപ്പോൾ ഇളക്കി പരിശോധന നടത്തുകയാണ്. അതായത് ഈ പാറകൾക്ക് ചുറ്റുമുള്ള ഭാഗത്ത് മനുഷ്യരുടെ ശരീരം അല്ലെങ്കിൽ ശരീരഭാഗം കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അവരൊരു പരിശോധന നടത്താം എന്ന് കരുതുന്നത്. ദേഹഭാഗങ്ങളാണ് ഇവിടെയൊക്കെ അടിയാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അവയ്ക്കായുള്ള പരിശോധനയാണ് ഇപ്പോൾ അവർ കുഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, അവിടെയൊക്കെ ആഴത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ കമ്പുകൾ ഉപയോഗിച്ച്, അതായത് ഈ ചെളി അടിയുമ്പോൾ അതിൽ ചവിട്ടുമ്പോൾ താണു പോവുകയും പൊങ്ങി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരീരഭാഗമാണ് എന്ന ഒരു അനുമാനത്തിലാണ് കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തിയത്. അങ്ങനെയാണ് പല മൃതദേഹവും കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചവിട്ടുമ്പോൾ താഴുന്ന ഭാഗം വീണ്ടും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരഭാഗമാണ് എന്ന രീതിയിലാണ് പരിശോധനകൾ നടത്തുന്നത്. അതിന് സഹായമായി മാറുന്നത് ഈ തെർമൽ ഇമേജിങ്ങുമാണ്. ഇപ്പോൾ തെർമൽ ഇമേജിങ് നടത്തിയ ഭാഗത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ചൂരൽമലയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഈ നദി ഒഴുകിക്കയറി വന്ന് വെള്ളോർ മലയിലും ഒക്കെ നാശം വിതച്ച ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള സ്പോട്ട് റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തെർമൽ ഇമേജിങ്ങിന്റെ ഭാഗമായി പ്രദേശങ്ങൾ കുഴുക്കിയാണ്. ഇതിപ്പോൾ ചൂരൽ മലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്നുകൊണ്ടാണ് സുജിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പാറക്കൂട്ടത്തിന് മുകളിൽ സുജിയ നിന്നു. അതിന് താഴെയുള്ളത് ഒരു വീടിന്റെ ഭാഗങ്ങൾ, വീടിനകത്തുള്ള വസ്തുക്കൾ, ഇതൊക്കെയാണ് ആ ഭാഗത്തുള്ളത് എന്ന് തെർമൽ ഇമേജിലൂടെ വ്യക്തമായിരിക്കുന്നു. അപ്പുറത്ത് മൃതാവശിഷ്ടങ്ങളുണ്ട് എന്ന് കരുതുന്ന ഭാഗത്ത് JCB ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ 3 മൃതദേഹങ്ങളുണ്ട് എന്നുള്ള സൂചനകളാണ് അതിൽ ലഭിച്ചിരുന്നത്. അത് ശരീരഭാഗങ്ങളാകാം എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നു. ഏതായാലും പറഞ്ഞോളൂ. സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്ന പാറയുടെ ഇപ്പുറത്തെ വശത്തേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കുഴിക്കുന്ന ഇടത്ത് ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുന്നു. സ്മൃതി, എനിക്ക് തിരിച്ചെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗത്ത് നിന്നാണ് മൃതദേഹത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു മണം എനിക്കും കിട്ടുന്നുണ്ട് സ്മൃതി. അതാണ് ഇപ്പോൾ ഇവിടെ കുഴിച്ച് പരിശോധിക്കുന്നത്. ഒരു പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത്, ഞാൻ അതുവഴിയൊക്കെയാണ് കയറി വന്നത്, ആ ഭാഗത്ത് ഒരു മനുഷ്യ ശരീരഭാഗം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇമേജിങ്ങിലും അത് കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുകയാണ്. നമ്മൾ കണ്ട വലിയ പാറക്കൂട്ടം മറുഭാഗത്താണ്. എൻ്റെ ഇടതു ഭാഗത്താണ് വലിയ പാറക്കൂട്ടം. അതിന് ഇപ്പുറത്തായി ഒരു വലിയ ഇരുമ്പിൻ്റെ ഗർഡറൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഒരു ഇരുമ്പ് ഗർഡർ വന്നടിഞ്ഞതിൻ്റെ താഴെ ഒരു വലിയ പാറക്കഷണമുണ്ട്. ആ പാറക്കഷണത്തോട് ചേർന്നുകൊണ്ട് ചെറിയ പാറകൾ കൂടിക്കിടക്കുകയാണ്. ആ കൂടിക്കിടക്കുന്ന പാറകൾക്കടിയിൽ ചെളി പുതഞ്ഞ് കിടക്കുകയാണ്.